ജോസിൽ മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് ഒക്കെ സ്ഥിരമായി ആശങ്കപ്പെടുത്തുന്നതാണ്. ഓരോ ദിവസവും റൂൾ കർവ് നിലവാരം അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ നിലയൊക്കെ നമുക്ക് ലഭിക്കുന്നതാണ്. നിലവിൽ എന്താണ് ഇടുക്കി ജില്ലയിലെ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട മുന്നറിയിപ്പ് നിലനിൽക്കുന്നത് ഏതൊക്കെയാണ്? ഇന്ന് ഇടുക്കി ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇടുക്കി ജില്ലയിലെ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട സ്ഥിതിഗതികളിലേക്ക് പോയാൽ വിനീഷ, ഏതായാലും ഇന്നലെ രാത്രി ഭേദപ്പെട്ട മഴയുണ്ടായിരുന്നുവെങ്കിലും ഇന്ന് നേരം പുലർന്നതിന് ശേഷം മഴ അല്പം മാറി നിൽക്കുന്നു എന്നുള്ള ഒരു ആശ്വാസകരമായ വാർത്തയാണ് പങ്കുവയ്ക്കാനുള്ളത്. എന്നാൽ ഈ തുടർച്ചയായ രാത്രിയിലടക്കം പെയ്ത മഴയെ തുടർന്ന് ഡാമുകളിലും നദികളിലുമെല്ലാം ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് തൊടുപുഴ ആറിൻ്റെ തീരത്താണ്. ഇപ്പോൾ ഈ തൊടുപുഴ ആറാണ് എനിക്ക് പിന്നിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഈ മലങ്കര ഡാമിൽ നിന്ന് അടക്കം വെള്ളം എത്തുന്ന ഒരു പ്രധാനപ്പെട്ട ആറാണ് ഈ തൊടുപുഴ തൊടുപുഴയാറ് ഒഴുകിയാണ് മൂവാറ്റുപുഴയാറിലേക്കും മൂവാറ്റുപുഴ പ്രദേശങ്ങളിലേക്കും എല്ലാം എത്തുന്നത്. പക്ഷേ ഇന്നലെ ഉണ്ടായിരുന്ന അത്രയും ജലനിരപ്പ് ഇപ്പോൾ ഈ തൊടുപുഴയാറിൽ ഇല്ല എന്നുള്ളതാണ് പ്രധാനമായും പറയാനുള്ളത്. കാരണം അതിനൊരു പ്രധാന കാരണം എന്ന് പറയുന്നത് ഈ മലങ്കര അണക്കെട്ടിൽ നിന്ന് പുറത്തേക്ക് ഒഴുക്കുന്ന വെള്ളത്തിൻ്റെ അളവ് ഇന്നലത്തേക്കാൾ കുറച്ചിട്ടുണ്ട്. ഇന്നലെ മലങ്കര ഡാമിന് 6 ഷട്ടറുകളാണുള്ളത്. 6 ഷട്ടറുകളിൽ 5 എണ്ണവും 150 സെൻറ്റിമീറ്റർ വീതം ഉയർത്തിയിരിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. എന്നാൽ അത് 100 സെൻറ്റിമീറ്റർ വീതമാണ് ഇന്ന് തുറന്നിരിക്കുന്നത്. അതിൽ 5 എണ്ണം 100 സെൻറ്റിമീറ്റർ വീതവും അതുപോലെ തന്നെ ഒരെണ്ണം 50 സെൻറ്റിമീറ്ററുമാണ് ഇന്ന് തുറന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് തൊടുപുഴയാറിൽ ഇപ്പോൾ ജലനിരപ്പ് അല്പം താന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മൂവാറ്റുപുഴ പ്രദേശങ്ങളിൽ താമസിക്കുന്ന ആളുകൾക്കും ഈ ആറ് കരകവിഞ്ഞൊഴുകുന്ന ആ ഭീഷണി അല്പം ഒഴിഞ്ഞു നിൽക്കുകയാണ് എന്നുള്ളൊരു സാഹചര്യമാണുള്ളത്. മറ്റ് പ്രധാനമായും മലങ്കര ഡാം തുറന്നിരിക്കുന്നു. അതിൽ 6 എണ്ണത്തിൽ 5 എണ്ണം 100 സെൻറ്റിമീറ്റർ വീതവും ഒരെണ്ണം 50 സെൻറ്റിമീറ്ററുമാണ് തുറന്നു വെച്ചിരിക്കുന്നത്. മറ്റ് കല്ലാർകുട്ടി ഡാം 5 ഷട്ടറിൽ 4 എണ്ണം 60 സെൻറ്റിമീറ്റർ വീതവും ഒരെണ്ണം 30 സെൻറ്റിമീറ്ററുമാണ് തുറന്നിരിക്കുന്നത്. പൊന്മുടി ഡാം 3 ഷട്ടറുകളാണ് അതിനുള്ളത്. അതിൽ ഒരെണ്ണം 40 സെൻറ്റിമീറ്ററും 2 എണ്ണം 30 സെൻറ്റിമീറ്ററും തുറന്നിരിക്കുകയാണ്. പാബ്ല അണക്കെട്ടിൻ്റെ 4 ഷട്ടറുകൾ തുറന്നിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. മുല്ലപ്പെരിയാർ ഡാമാണ് വിനീഷ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ 135 അടിയായി ജലനിരപ്പ് ഉയർന്നിരിക്കുകയാണ്. ജൂൺ മാസത്തിലെ റൂൾ കർവ് എന്ന് പറയുന്നത് 136 അടിയാണ്. അതായത് ഓരോ മാസവും പുതിയ മേൽനോട്ട സമിതിയൊക്കെ വന്നതിന് ശേഷം ഓരോ മാസവും ഓരോ റൂൾ കർവാണ്. അതായത് ഡാം തുറക്കേണ്ട ജൂൺ മാസത്തിൽ ഡാം തുറക്കേണ്ടത് 136 അടിയിലാണ്. അതുകൊണ്ട് തന്നെ 135 അടി എന്ന് പറഞ്ഞാൽ ഈ മുല്ലപ്പെരിയാർ ഡാമിൻ്റെ കണക്ക് പറയുകയാണെങ്കിൽ തന്നെ മുല്ലപ്പെരിയാർ ഡാമിലേക്ക് ഇപ്പോൾ സെക്കൻഡിൽ 475.71 ഘനയടി ജലം മുല്ലപ്പെരിയാർ ഡാമിലേക്ക് ഒഴുകിയെത്തുന്നുണ്ട്. എന്നാൽ തമിഴ്നാട് പരമാവധി വെള്ളം കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുണ്ട്. എങ്ങനെയെങ്കിലും ഈ ഡാമിൻ്റെ ഷട്ടറുകൾ തുറക്കുന്നത് ഒഴിവാക്കാനാണ് എല്ലാ കാലത്തും ഈ തമിഴ്നാട് ശ്രമിക്കുന്നത്. എന്നാൽ ഈ പുറത്തേക്ക് അവർക്ക് ഒഴുക്കിക്കൊണ്ട് പോകാൻ സാധിക്കുന്നത് 160.81 ഘനയടി ജലം മാത്രമാണ്. എന്നാൽ അതിൻ്റെ 3 ഇരട്ടിയോളം വെള്ളം ഇപ്പോൾ ഈ തുടർച്ചയായ മഴയെ തുടർന്ന് മുല്ലപ്പെരിയാർ അണക്കെട്ടിലേക്ക് ഒഴുകിയെത്തുന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യമുണ്ട്. ഏതായാലും ജില്ലാ ഭരണകൂടം കനത്ത ജാഗ്രതയിൽ തന്നെ തുടരുകയാണ്. നിരവധി നിയന്ത്രണങ്ങൾ സഞ്ചാര മേഖലയിലടക്കം കൊണ്ടുവന്നിട്ടുണ്ട്. അതിന് പ്രധാന കാരണം എന്ന് പറയുന്നത് ഈ ആറുകളെല്ലാം കരകവിഞ്ഞ് ഒഴുകുന്നൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ജലാശയങ്ങളിലുള്ള ഈ കൊട്ടവഞ്ചി സവാരി, അതുപോലെ കയാക്കിങ്, ബോട്ടിങ് അടക്കമുള്ള ഈ ജലവിനോദങ്ങൾ എല്ലാം നിരോധിച്ചിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഒപ്പം തന്നെ ഈ ട്രക്കിങ്ങിന് പേരുകേട്ട ഒരു ജില്ലയാണ്. മലമുകളും കാര്യങ്ങളും എല്ലാം ഉള്ളതാണ്. ആ ട്രക്കിങ് ഇപ്പോൾ ഏതായാലും അതും നിരോധിച്ചിരിക്കുകയാണ്. ഗ്യാപ്പ് റോഡിലടക്കം രാത്രികാല യാത്രാ നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. നിലവിൽ എല്ലാവിധ മുൻകാലങ്ങളിൽ വലിയ ദുരന്തങ്ങൾ ഉണ്ടായ ജില്ല എന്ന നിലയിൽ വലിയ മുൻകരുതലോടുകൂടിയാണ് ജില്ലാ ഭരണകൂടം ഇപ്പോൾ മുമ്പോട്ട് പോകുന്നത്. വിനീഷ.